ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ഇത്തവണ നമ്മൾ സെയിലിന് ഇടുന്നതാണ് കേട്ടോ. ഈ ഉള്ള വെറൈറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലതിൻ്റെ 3 പ്ലാന്റ്സ് വരെയൊക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണിച്ച അഗ്ലോണിമയുടെ 3 പ്ലാന്റ്സ് ആണുള്ളത്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നമ്മൾ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ഒരു 25 രൂപയ്ക്കാണ് കേട്ടോ ഈ പ്ലാന്റ്സ് നമ്മൾ തരുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ കാണിച്ച് തരുന്നത്. അപ്പോൾ ഇതിൽ ചില വീഡിയോസ് നമ്മൾ ഒരാഴ്ച മുമ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസും ഇപ്പോൾ എന്തായാലും പ്ലാന്റ്സിന് ഉണ്ടാകും. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു അഗ്ലോണിമയാണ്. ഇപ്പോൾ നല്ല പിങ്ക് കളറുള്ള ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ചെറിയ പ്ലാന്റ്സിൽ ആ ഒരു കളർ കയറി ഉണ്ടാവുള്ളല്ലോ. ഇപ്പം നല്ല മഴ പെയ്ത് നിൽക്കണ കാരണം കവറിലും അതുപോലെ പോട്ടിനകത്തൊക്കെ മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാവരും മാറ്റിയെടുക്കാനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ടാണ്, എനിക്കിപ്പോൾ സ്റ്റഡി ലീവ് കൂടിയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ അഗ്ലോണിമയുടെ ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ മദർ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണയും ഇതേ സെയിം അഗ്ലോണിമയുടെ വെറൈറ്റീസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2-3 വെറൈറ്റീസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇത്തവണ ഇത് 2 വെറൈറ്റിയാണുള്ളത്. അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ഇത് സ്നോ വൈറ്റിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വരും കേട്ടോ. ഇത് 15 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു 3 ലീവ്സ് 2 ലീഫ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുള്ള സമയത്തായാലും നമുക്ക് പോട്ടിൽ വെച്ചാൽ നല്ല നിറഞ്ഞ് കിട്ടുന്ന അഗ്ലോണിമാസാണ് കേട്ടോ. അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ്. നല്ല റെഡ് കളറുള്ളതാണ് കേട്ടോ. റെഡ് ഡോട്ട്സ് നിറച്ചുള്ളതാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ്സിൻ്റെ പിക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ തവണ നമ്മളിതിൻ്റെ പ്ലാന്റ്സ് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പ്ലാന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അതേ സെയിം മെച്യൂർഡ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞ തവണയും 2 ലീഫ് സ്റ്റേജാണ് കൊടുത്തത്. ഇത്തവണ ഒരു എക്സ്ട്രാ ഒരു ലീഫ് കൂടി വന്നിട്ടുണ്ട്. ഇത് ഒരാഴ്ച മുമ്പ് എടുത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ. അടുത്തത് നമ്മളുടെ ഒരു പിങ്ക് വാലൻറ്റൈൻ ആണ് കേട്ടോ. പിങ്ക് വാലൻറ്റൈൻ്റെ ഈ സൈസ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അത്ര ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ. കാരണം ഇത്രയും ലീവ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ പോട്ടിൽ വെച്ചതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. എങ്ങനെയും ഒരു 5-6 ലീവ്സോളം ഒരു പ്ലാന്റിൽ ഉണ്ടാവും. ഇതിൻ്റെ ഒരു 3 പ്ലാന്റ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതും കഴിഞ്ഞ ആഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് തന്നെയായിരിക്കും പ്ലാന്റിൻ്റെ സൈസ്. ഇപ്പോൾ 75 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. നല്ല പിങ്ക് കളറാണ്, ഒരു റെഡിഷ് പിങ്ക് കളറാണ് കേട്ടോ. പിങ്ക് വാലൻറ്റൈൻ ആണ്. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം, ചില ആൾക്കാർ ഇപ്പോഴാണ് ഞാൻ പ്ലാന്റ്സ് എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു കോൺടാക്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മളോട് പിന്നീട് ചോദിക്കുന്നവരുടെ അടുത്ത് എപ്പോഴും പറയണതാണ്, കുറച്ച് പേര് എടുത്ത് വെച്ചിട്ടുണ്ട്, അവരുടെ റിപ്ലൈ വന്നിട്ട് പറയാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാതെ കൺഫേം ആണെങ്കിൽ ഒന്ന് എല്ലാവരും പറയണം കേട്ടോ. അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് വിഷയമില്ല, എന്തായാലും ഒന്ന് പറയണം കേട്ടോ. അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ്. നല്ലൊരു ഗ്രീൻ കളറിലെ അഗ്ലോണിമയാണ്. നമ്മൾ എപ്പോഴും ഇടാറുള്ളതാണ്. എപ്പോഴും ഒരുപാട് തൈകൾ കിട്ടും കേട്ടോ നമുക്ക്. നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തണ്ട് നല്ലൊരു വൈറ്റ് കളറാണ്. ഇതിപ്പോൾ ചെറിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ വലിയ മദർ പ്ലാന്റ്സും ഇപ്പം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത നമ്മളുടെ ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. നമ്മളുടെ റെഡ് ലിപ്സ്റ്റിക്കാണ്. നല്ല തണലത്ത് നല്ല ഷെയ്ഡിലൊക്കെ വെക്കുമ്പോഴാണ് കേട്ടോ ഇതിന് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. അല്ല നല്ല വെയിലത്താണ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെഡ് കളർ കയറി വരും. റെഡ് ഒരു യെല്ലോയിഷ് കളറൊക്കെ ഉണ്ടാവും കേട്ടോ ലീഫിൽ. അപ്പോൾ ഇത് 2 അഗ്ലോണിമ അല്ല, നമ്മൾ ഷെയ്ഡിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഏകദേശം ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മളുടെ എമറാൾഡിൻ്റെ മദർ പ്ലാന്റ് സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. വലിയ പ്ലാന്റ്സ് ആണ്. ഒരു 2-3 പ്ലാന്റ്സ് ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. വലിയ ലീവ്സും വലിയ പ്ലാന്റ്സ് ഒക്കെയാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു വലിയ പോട്ടിലാണ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നല്ല നിറഞ്ഞ് നിൽക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറിയ പോട്ടിൽ വെച്ചേക്കണ കാരണമാണ് ഇതിപ്പോൾ ഇത്രയും വലിയതായിട്ട് ഈ ലീവ്സൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ആ പോട്ടിൽ നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി വേറെ ചെറിയ പ്ലാന്റ്സൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കട്ട് ചെയ്യണത് അങ്ങനെ തന്നെ ഒടിച്ച് കുത്തണതാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെ കറക്റ്റ് സൈസ് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാവരും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.